ജിനു അച്ഛ, ആൻഡോ അച്ഛ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്തുതികളുടെ ഗീതങ്ങൾ ഉയർത്ത് മഹത്വത്തിൻ്റെ രാജാവിനെ കുടുംബങ്ങളിലേക്ക് സ്വീകരിക്കുന്ന ഓശാന തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള വിശ്വാസത്തിൻ്റെ തികവിലുള്ള പ്രാർത്ഥനകൾ ഉതിർത്ത് നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുവാനും സ്വർഗീയമായ ചൈതന്യത്തിൽ കാത്തുപരിപാലിക്കുവാനും രാജാക്കന്മാരുടെ രാജാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും നമുക്ക് സ്വീകരിക്കാം. അശുദ്ധമായതിനെ എല്ലാം വിശുദ്ധീകരിച്ച് അങ്ങയുടെ ചൈതന്യത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കണമേ എന്ന് നമുക്കൊന്നു ചേർന്ന് ഈ പുണ്യദിനത്തിൽ പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഓശാന തിരുനാളിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൊണ്ടാടുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൻ പാർക്കണമേ. സൈക്കിൾ കൊമ്പുകൾ പിടിച്ചുകൊണ്ടവരെ നിന്റെ വലതുകരം നീട്ടി ഈ ഗുരുത്തോടെ നീ ആസ്വദിക്കണമേ. സ്ഥാപിക്കപ്പെടുന്ന ഭവനങ്ങളെയും ഇതിന്റെ കൃപാവനം കൊണ്ട് നിറയ്ക്കണമേ.
വർഷിക്കപ്പെടട്ടെ. രണ്ടാം വായന സക്രിയയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 9-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർത്ത് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാനിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എഫ്രായിമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരെയും വിച്ഛേദിക്കും. കടലിൽ ഞാൻ കുടിക്കും. അവൻ ജനതകൾക്ക് സമാധാനം അരുളും. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെ ഭൂമിയുടെ അറ്റം വരെയുമായിരിക്കും. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. അയക്കപ്പെട്ടവർ പോയി ഈശോ അവരോട് പറഞ്ഞതുപോലെ കണ്ടു. അവർ കഴുതക്കുട്ടിയെ അയക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കഴുതക്കുട്ടിയെ അയക്കുന്നത്? കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അവരതിനെ ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ ഈശോയെ അതിൽ കൈയിരുത്തി. അവർ നടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. ഈശോ ഒരു മലയുടെ ഇറക്കത്തിലെത്തിയപ്പോൾ ശിഷ്യ സമൂഹം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുതങ്ങളെ പറ്റിയും വലിയ സ്വരത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർ ഫരിസേയർ അവരോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. ഈശോ പ്രതിപദിച്ചു, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർക്കു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശരണം തേടുന്നു അപ്പോൾ അവരെയൊക്കെ സഹായിക്കാനും അതോടൊപ്പം നമ്മൾ ചില കുടുംബങ്ങളെ നിരന്തരമായിട്ട് സഹായിക്കാറുണ്ട്. അവരിലേക്കും ഈ ഈസ്റ്ററിന്റെ അവസരത്തിൽ ഒരു കുടുംബത്തിന് കുറച്ച് ദിവസം നിത്യ ചെലവിന് വേണ്ടിയിട്ടുള്ള ആഹാര സാധനങ്ങളാണ് 6:15 മുതൽ 7 വരെ ഏകദേശം 8ഓളം അച്ഛന്മാര് താഴത്തെ പാരിഷ് ഹാളിൽ ഉപസാരിപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടായിരിക്കും. ഈ അവസാനമെല്ലാം പരിഹാരമേയും പങ്കുചേരാൻ ഇതിനെ നിങ്ങൾ സ്വീകരിക്കാൻ ഇടയാക്കിയതിൽ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത സമർപ്പണം വഴി നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവമേ, I'm